മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൽ UDF ഘടകകക്ഷികൾക്ക് അതൃപ്തി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തുന്നു എന്നാണ് ഘടകകക്ഷികളുടെ വിലയിരുത്തൽ. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, മുസ്ലിം ലീഗ് നേതാക്കൾ പലരും ഈ വിമർശനം പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ആ വിമർശിച്ചവരെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ വന്നു. അല്ലെങ്കിൽ ഇന്ന് MM ഹസന്റെ പ്രതികരണം വന്നത് ഘടകകക്ഷികൾക്കൊന്നും ഈ കാര്യത്തിൽ വലിയ സ്വാധീനമില്ല, അവരുടെ അഭിപ്രായങ്ങളൊന്നും വലിയ കാര്യമില്ല എന്നതാണ്. ഇപ്പോഴതല്ല സംഭവിക്കുന്നത്. PJ ജോസഫ് കൂടി, കേരള കോൺഗ്രസ് കൂടി അവരുടെ അതൃപ്തി, അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ കൂടി അതൃപ്തി പരസ്യമാക്കുകയോ അല്ലെങ്കിൽ നേതൃത്വത്തെ അറിയിക്കുകയോ ചെയ്യുമെന്ന് വ്യക്തമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരള കോൺഗ്രസിനും ഇതേ നിലപാട് തന്നെയാണ്. എന്തായാലും ഈ വിജയത്തിന് ശേഷം ഈ മുഖ്യമന്ത്രി ആരെന്നുള്ളത് ഈ തർക്കമൊക്കെ ഉണ്ടായപ്പോൾ അത് കോൺഗ്രസ് തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു നിലപാടായിരുന്നു ഘടകകക്ഷികൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഈ കാലതാമസം ഉണ്ടാകുന്നത് അത് വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഈ ഘടകകക്ഷികൾക്കിടയിലുണ്ട്. എന്തുകൊണ്ട് ഇത് പ്രഖ്യാപിക്കുന്നില്ല, ഈ പേര് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ, അതായത് ഇത്രയും വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങൾക്കൊരു മറുപടി നൽകേണ്ടതുണ്ട്. അതിന് ഘടകകക്ഷികളായിട്ടുള്ള മുന്നണികൾ അല്ലെങ്കിൽ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ കൂടി അതിന് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു പേരിലേക്ക് എത്തി ആ പേര് പ്രഖ്യാപിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടും ഒരു ആളെ കണ്ടെത്താൻ, നേരത്തെ നമ്മൾ കണ്ടതാണ്, തെരുവിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിയപ്പോൾ പോലും ഈ ഘടകകക്ഷികളിലൊക്കെ കാര്യമായിട്ടുള്ള വിമർശനങ്ങളിലേക്കൊന്നും വന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി PJ ജോസഫുമായി ഫോണിൽ സംസാരിച്ചു. ഈ വിഷയം അവരുടെ ഒറ്റക്കെട്ടായി നിന്ന ഹൈക്കമാൻഡിനെ ഈ ഒരു അതൃപ്തി അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസും ലീഗും എത്തി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ അതൃപ്തി ഉടൻ തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നാണ് ഈ നേതാക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.